ഹലോ ഗൈസ്. നമ്മുടെ കുഞ്ചാക്കോപൻ ലിജോ മോളൊക്കെ മെയിൻ ലീഡിൽ വന്നിട്ട് 2 ദിവസം മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്ത മൂവിയാണ് ഉന്മാദം. അത് ഞാൻ ആ സിനിമ പോയി കാണാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഹി കബീർ, റിട്ടൺ ബൈ ഷാഹി കബീർ. ആ പുള്ളിക്കാരൻ്റെ ഒറ്റ പേരിലാണ് ഞാൻ സിനിമ പോയി കണ്ടത്. കാരണം പുള്ളിയാണ് ഈ സിനിമ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഷാഹി കബീർ നിങ്ങൾക്ക് ഏകദേശം ഉള്ളവർക്ക് അറിയായിരിക്കും. പോലീസ് സ്റ്റോറീസ് എഴുതാനായിട്ട് ഒരു നല്ല കിടിലം വെറൈറ്റി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പോലീസുകാരുടെ ജീവിതം ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന, അവരെ അത്രയ്ക്ക് മനസ്സിലാക്കി പുള്ളിക്കാരൊരു പോലീസ് ഓഫീസർ എന്തോ ആണ്. അപ്പം അങ്ങനെ ഒപ്പിയെടുത്ത് അങ്ങനെ ഒരു പോലീസ് സ്റ്റോറി എഴുതാൻ പറ്റുന്നത് പുള്ളിക്ക് മാത്രമേ ഉള്ളൂ. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറും മീൻസ് റൈറ്ററുമാണ്. ഡയറക്റ്റ് ചെയ്തിട്ടുള്ള 2 പടമാണ്. ഇലവീഴ പൂഞ്ചിറയുടെ ഫസ്റ്റ് പടം, രണ്ടാമത്തത് ഈ അടുത്തായിട്ട് ഇറങ്ങിയ റോന്ത് എന്ന് പറഞ്ഞ പടം. 2 പടം അടിപൊളിയാണ്. പിന്നെ പുള്ളി എഴുതിയിട്ടുള്ള പടങ്ങൾ ജോസഫ്, പിന്നെ നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ ഈ റോന്ത് എല്ലാം റൈറ്റ് ആയിട്ടുള്ള പുള്ളിക്കാരനാണ്. പിന്നെ നായാട്ട് അറിയാമല്ലോ, ഈ ഇലവിട പൂഞ്ചിറ, പിന്നെ താണ്ട് ഈ പടം, അങ്ങനെ കുറച്ച് നല്ല പടങ്ങളെല്ലാം ഈ പോലീസ് സ്റ്റോറീസാണ്. പോലീസുകാരുടെ ജീവിതം അങ്ങ് എന്താ പറയുക വരച്ച് കാട്ടുന്ന കണക്കുള്ള സിനിമകളാണ് പുള്ളി എടുക്കുന്നത്. അതെല്ലാത്തിലും ഒരു വെറൈറ്റി കാണുകയും ചെയ്യും. എല്ലാവരും നായാട്ടാണെങ്കിൽ നായാട്ട് റോന്തൊക്കെ ഏകദേശം എന്താ പറയുക ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പോലീസുകാരനെ അങ്ങ് എടുത്ത് കാണിക്കുന്ന രീതി. പക്ഷേ ഓഫീസർ ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. അത് കുഞ്ചാക്കോവൻ്റെ അല്ല, കിടിലം പെർഫോമൻസ് ഉള്ളൊരു മൂവിയാണ്. അതിൽ പ്രത്യേകം വരുന്നുണ്ട്. അപ്പോൾ ഉന്മാദത്തിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ നിരാശപ്പെടുത്തിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ റൈറ്റിങ്ങിൽ പുള്ളിക്കാരൻ നിരാശപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് നെഗറ്റീവ് ഇതൊക്കെ അത് ഞാൻ കേട്ടായിരുന്നു. നെഗറ്റീവും കാര്യങ്ങളൊക്കെ കേട്ടു. അത് ഞാൻ കേട്ട് തന്നെയാണ് പോയത്. ഞാൻ കൂടുതൽ ട്രെയിലറൊന്നും നേരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുന്നത്. ഞാൻ ട്രെയിലറൊന്നും നേരെ ഞാൻ കണ്ടില്ല. മീൻസ് ഒരു ത്രില്ലർ ടൈപ്പ് ആയതുകൊണ്ട് ട്രെയിലർ ഒന്നും കാണാൻ നിന്നില്ല. അങ്ങ് പോയി. കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ പേര്, ആ ഒരു പേര് മാത്രം കണ്ടപ്പോൾ തന്നെ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി കണ്ടതാണ്. ബട്ട് എനിക്ക് അത്യാവശ്യം സിനിമ വർക്കായി. വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് വാച്ചായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മൂവി, അങ്ങനെ തന്നെ പറയണം. ഒരു ഡീസൻറ്റ് വാച്ചാണ്, അല്ലാതെ വലിയ സംഭവമാണെന്നൊന്നുമില്ല. പുള്ളിയുടെ മുമ്പത്തെ സിനിമകൾ വെച്ച് നോക്കണമെങ്കിൽ ഇച്ചിരി എന്താ പറയുക താഴെ നിൽക്കുന്ന മൂവി തന്നെയാണ്. മുമ്പത്തെ റൈറ്റ് ചെയ്ത മൂവി വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോ ആയിട്ടുള്ള മൂവിയാണ്. ആ ഒരു ത്രില്ലിങ് എലമെൻറ്റ്സ് ആണെങ്കിലും കാര്യങ്ങളും. പക്ഷേ ഒരു വെറൈറ്റി കൺസെപ്റ്റ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പുള്ളി ഇത്രയും നാൾ എഴുതി വെച്ചിട്ട് ഒരു വെറൈറ്റി കൺസെപ്റ്റ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കിരൺ ദാസ് എന്ന് പറയുന്ന എഡിറ്ററും പുള്ളിയാണ് കേട്ടോ. എഡിറ്റ് ചെയ്തിട്ടുള്ളത് കിരൺ ദാസ് എന്ന് പറഞ്ഞ ആ പുള്ളി തന്നെയാണ് ഡയറക്ടർ. പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കുമാർ മാങ്കട്ട് പതക്, അഭിഷേക് പതക് എന്ന് പറഞ്ഞ 2 പേരാണ്. സിനിമോട്ടോഗ്രാഫി അർജുൻ സേതു. പിന്നെ ലീഡായിട്ട് വന്നിട്ടുള്ളത് കുഞ്ചാക്കോബൻ, ലിജോ മോള്, സിദ്ദിഖുണ്ട്, സുധീഷ്, സാബു മോനൊക്കെ അത്യാവശ്യം നല്ലൊരു ലീഡ് വന്നിട്ടുണ്ട്. പിന്നെ വിശാഖ് നായരൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പടം നിങ്ങൾ ഒരു എന്താ പറയുക ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് വാച്ചായിട്ടുള്ളൊരു ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മൂവി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക മൂവി. അത്യാവശ്യം സിനിമോട്ടോഗ്രഫി ആണെങ്കിലും ആ ഒരു ചെറിയ ബീജിയം സെറ്റപ്പ് ആണെങ്കിലും ഒരു വെറൈറ്റി കഥയാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണ് മെയിനായിട്ട് ഇത് വന്നിട്ടുള്ളത്. ആ ഒരു രീതിക്കാണ് ഇപ്പം ഷാഹി കബീർ എഴുതിയിട്ടുള്ള മുമ്പത്തെ ഒരു സിനിമകളും ആ ഒരു രീതിക്കുള്ള പടങ്ങളല്ല. എന്താ പറയുക ഒരു സൈക്കോളജിക്കൽ ആ ഒരു ടൈപ്പ് ഓഫ് പടങ്ങളല്ല. അത് വെച്ചുകൊണ്ട് ഇത്തിരി വെറൈറ്റി പിടിച്ചിട്ട് ചെയ്ത ഒരു മൂവിയാണ്. ബട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇച്ചിരി ചിലയിടത്തൊക്കെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സിനിമ അത്യാവശ്യം ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് എൻഗേജിങ് ആയിട്ടൊക്കെ പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് ചിലയിടത്തൊക്കെ അത്യാവശ്യം കുറച്ച് ഡൗൺ ആയിപ്പോയത് സിനിമ. ഒരു പോയിന്റ് എത്തുമ്പോൾ പെട്ടെന്ന് ആ ഒരു അതിൽ നിന്ന് പെട്ടെന്നൊരു താഴെ ഇറക്കം, എന്നൊരു വേലിക്കയറ്റം വേലിയിറക്കം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലെവലിൽ പൊക്കോണ്ടിരിക്കുക, പെട്ടെന്നൊരു താഴ്ച, പിന്നെയും ഇടയ്ക്കൊന്ന് പൊങ്ങുന്നുണ്ട്, ചില സമയത്ത് പിന്നെയും ഡൗൺ ആവുന്നു. ആ രീതിക്കാണ് സിനിമയുടെ കഥ പോകുന്നത്. അതിൽ മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് എനിക്കൊരിത്. പിന്നെ ഫുള്ളി ആ ഒരു ഡയറക്ഷനും ആ സ്ക്രീൻ പ്ലേ ഒക്കെ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. എന്നിരുന്നാലും ബട്ട് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു ഡീസൻറ്റ് വാച്ചായിട്ടുള്ളൊരു മിസ്റ്ററി ത്രില്ലർ മൂവി തന്നെയാണ്. അത്യാവശ്യം സസ്പെൻസും ത്രില്ലിങ്ങും ഒക്കെ ഇങ്ങനെ നിലനിർത്തി, എന്താണ് സംഭവം എന്നുള്ളത് നിലനിർത്തി അത്യാവശ്യം നമ്മൾ കണ്ടിരിക്കുക, നമ്മൾ എന്താണ് നെക്സ്റ്റ് എന്താണ് എന്നുള്ള കണ്ടിരിക്കാൻ പറ്റിയ സാധനമാണ്. മീൻസ് അതിൽ വലിയൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര സാധനം കിട്ടിയില്ലെങ്കിലും എന്നിരുന്നാൽ പോലും ആ ഒരു ത്രില്ലിങ് എലമെന്റ് അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിൻലി പെർഫോമൻസ്. എനിക്ക് ലിജോ മോളൊക്കെ എനിക്ക് പെർഫോമൻസ് അവിടെ ചെയ്ത് തകർക്കുന്നുണ്ടെങ്കിലും എനിക്ക് കുഞ്ചാക്കോവൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ചാക്കോവൻ ഒരു പോയിന്റ് എത്തുമ്പോൾ ഉള്ളൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. പുള്ളി ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ ആ ഒരു കോർട്ട് സീന്, പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ മീൻസ് ഹോസ്പിറ്റൽ സീനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. പുള്ളിക്കാരൻ എന്തൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്താൽ തകർത്തിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് വൈസ്
ടു ഗുഡ് കിടില മൂവിയാണ്. പെർഫോമൻസ് വൈസ് നോക്കണമെങ്കിലും പിന്നെ അതിൽ ആ ഒരു ഹൊറർ എലമെന്റ് ഒക്കെ കുറച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം വലിയ മറ്റേ പേടിപ്പിച്ച് എന്താ പറയുക ഒരു ജംസ്കെയർ സാധനങ്ങളൊന്നുമല്ല. ബട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ആ ഒരു ഞെട്ടൽ ചെറുതായിട്ട് ഇങ്ങനെ വരുന്ന, അല്ലെങ്കിൽ ഒരു BGMലാണെങ്കിലും നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ വരുന്ന രീതിക്കാണ് ഇൻ്റർവെല്ലോ കൊണ്ട് നിർത്തുന്നത്. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് ചെറിയൊരു അതിൽ ഡൗണും ഒക്കെ വന്നത്. ആ ഒരു കേസ് അന്വേഷണം അതൊരു പെട്ടെന്നൊരു സംഭവമൊക്കെ ആയിപ്പോയി. ആ കേസ് അന്വേഷണം എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് പോലെയൊക്കെ തോന്നി അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ബട്ട് എന്നിരുന്നാലും ഒന്ന് കണ്ടിരിക്കാവുന്ന മൂവിയാണ്. എനിക്ക് അത്രയും ഇപ്പം കണ്ട ഒരുപാട് നെഗറ്റീവ് ഉണ്ടോ, അത് നെഗറ്റീവ് എന്ന് അത്രയൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ചിലപ്പം ആ നെഗറ്റീവ് കണ്ടുകൊണ്ട് പോയോണ്ടായിരിക്കാം, ചിലപ്പം പ്രതീക്ഷയൊന്നുമില്ലാതെ ചുമ്മാ പോയി കണ്ടുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും എനിക്ക് അത്യാവശ്യം സിനിമ വർക്കായി, കുഴപ്പമില്ലാതെ വർക്കായി. എന്തായാലും നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. തിയേറ്ററിൽ തന്നെ പറ്റുമെങ്കിൽ വേണം. ഇതും OTT വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു ആവറേജ് ഫീൽ മാത്രം വരാം. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.